ആദ്യത്തെ സ്റ്റെപ്പ് ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതിൽ ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ട ഇമേജ് ലോഡ് ചെയ്തെടുക്കാം. അത് ലോഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അവരതിൽ ഗ്രിഡ് സെറ്റ് ചെയ്ത് തരും. ഇനി അത് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര വേണമെന്ന് വെച്ചാൽ അവിടെ കൗണ്ട് കൊടുത്താൽ അത്രയും ഗ്രിഡുകൾ വരുത്താം. ആ ഗ്രിഡിന് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഡയഗണൽ അതിൽ വേണമെങ്കിൽ ഡയഗണൽ ഗ്രിഡും കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരാളുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. പക്ഷേ ഞാൻ ഇവിടെ 5x5 ആയിട്ട് ഗ്രിഡ്സാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷം ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. താഴെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് എക്സ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രിഡ് നമ്മുടെ പേപ്പറിലേക്ക് അതുപോലെ വരയ്ക്കണം. അതായത് ഞാനിവിടെ 5x5 ആണ് എടുത്തിട്ടുള്ളത്. അതായത് മുകളിലും താഴോട്ടേക്കും 5 സ്ക്വയർസ് വേണം. അപ്പം ഞാനിവിടെ ഓരോ ഉള്ളിലുള്ള ഓരോ ചെറിയ സ്ക്വയറിനും 3 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. സോ എനിക്ക് താഴേക്കും മുകളിലേക്കും 15 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാനൊരു സ്ക്വയർ വരച്ചു. ഓക്കെ, അതിനുശേഷം ആ സ്ക്വയറിനെ ഞാൻ 3 സെൻറ്റിമീറ്ററുള്ള 5 ചെറിയ സ്ക്വയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ആ ഒരു സ്ക്വയേഴ്സ് വരച്ചെടുക്കുക കേട്ടോ. 5x5 ആണെങ്കിൽ എടുക്കാം, 10x10 ആണെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം ഇപ്പം ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു ചെറിയൊരു ഇമേജാണ്. ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം അത് ഗ്രിഡ് വെച്ച് വരയ്ക്കുന്നു എന്നുള്ളൂ കേട്ടോ. നമുക്ക് വലിയ ടഫായിട്ടുള്ള പോർട്രേറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ഒരു മെത്തേഡ് വെച്ച് വരയ്ക്കാം. അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെച്ചാൽ കണ്ടോ, ഇതുപോലെ ആ വലിയ സ്ക്വയേഴ്സിൻ്റെ ഉള്ളിൽ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കുഞ്ഞ് സ്ക്വയേഴ്സ് വരച്ചു. 5 എണ്ണം മുകളിലോട്ടും 5 എണ്ണം താഴോട്ടും. ഓക്കെ, ഇപ്പോൾ എൻ്റെ റെഫറൻസ് ഇമേജും ഈ വരച്ച സ്ക്വയറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് നോക്ക് ഇവിടെ റെഫറൻസ് ഇമേജിൽ ഫസ്റ്റ് സ്ക്വയറിലൊന്നുമില്ല. സെക്കൻഡ് സ്ക്വയറിലാണ് ചെറിയൊരു പാർട്ട്, ഇമേജിൻ്റെ ചെറിയൊരു പാർട്ട് കാണുന്നത് അല്ലേ. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. അല്ലാണ്ട് എവിടെയും പറഞ്ഞിട്ടുള്ള മെത്തേഡൊന്നുമല്ല. ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുക. എന്താ വെച്ചാൽ ഞാൻ പേപ്പറിൽ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണല്ലോ സ്ക്വയർ വരച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഈ ഒരു റെഫറൻസ് ഇമേജിൻ്റെ സ്ക്വയറും 3 സെൻറ്റിമീറ്റർ ആക്കി. ഇപ്പം ഈക്വലായി. അതായത് എൻ്റെ ഫോണിലുള്ള സ്ക്വയർ സൈസും എൻ്റെ പേപ്പറിലുള്ള സ്ക്വയർ സൈസും ഈക്വലായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നോക്കിക്കേ, എവിടെ മുതലാണ് ആ ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അളന്നെടുക്കും. അതായത് ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് ആ സ്ക്വയറിന് ടച്ച് ചെയ്യുന്നത് വരെയുള്ള സെൻറ്റിമീറ്റർ ഞാൻ അളന്നെടുത്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി കണ്ടോ, ആ സ്ക്വയറിൻ്റെ ലിപ്പിൻ്റെ ടോപ്പ് ഭാഗം ടച്ച് ചെയ്യുന്നതിൻ്റെ സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ കണ്ടോ 1.4 ആണ് വന്നത്. ദെൻ അത് ഞാൻ എന്ത് ചെയ്യും, 1.4 അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, അതിനുശേഷം അത് രണ്ടും യോജിപ്പിക്കും. ആ ചിത്രത്തിലുള്ള പോലെ നോക്കി യോജിപ്പിക്കുക ആ 2 ഡോട്ട് തമ്മിൽ. അപ്പോൾ കണ്ടോ, ആ കള്ളിയിലുള്ള ആ ഒരു ലിപ്പിൻ്റെ ഷേപ്പ് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റി. ആക്ച്വലി നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മോഹൻലാലിനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ മോഹൻലാലിൻ്റെ കണ്ണ് അല്ലെങ്കിൽ മൂക്ക് എവിടെയെങ്കിലും ഒന്നും ചേഞ്ചായി പോയാൽ ആ ഒരു ഫേസേ മാറിപ്പോവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ഇമേജുകൾ വരയ്ക്കുമ്പോൾ മാത്രം ഇങ്ങനെ സ്കെയിലൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റൊക്കെ ചെയ്തിട്ട് വരച്ചാൽ മതി. ഓക്കെ, ആക്ച്വലി ഈ ഒരു ലിപ്പ് ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു തട്ടിക്കൂട്ടായിട്ടുള്ള അളവിലൊക്കെ വരച്ചാൽ മതി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ലിപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഓരോ സ്ക്വയേഴ്സും കണ്ടോ, എവിടെയാണ് അത് ടച്ച് ചെയ്യുന്നതെന്നുള്ള അളവ് എടുക്കും. എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ ഡോട്ടും കൂടെ യോജിപ്പിച്ച് കൊണ്ടുവരിക കേട്ടോ.
ഇപ്പോൾ കണ്ടോ ആ ലിപ്പിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ രണ്ട് സ്ക്വയറിൻ്റെ രണ്ട് എൻഡിലും എവിടെയാണ് ആ ലിപ്പ് കണ്ടോ ലിപ്പിൻ്റെ അറ്റം ടച്ച് ചെയ്യുന്നതെന്ന് അളവെടുത്തിട്ട് ഡോട്ട് ഇട്ടു. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യുന്നത് ആ ലിപ്പ് 1 2 3 4 നാലാമത്തെ സ്ക്വയറിൽ ആ ലിപ്പിൻ്റെ അറ്റം എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കി അതിൻ്റെ അളവ് അവിടെ കൊടുത്തു. അതവിടെ പോയിൻ്റ് ചെയ്തു. ദെൻ മുകളിലുള്ളതും താഴെയുള്ളതും തമ്മിൽ കണക്ട് ചെയ്തു. കണ്ടോ എത്ര സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ലിപ്പിൻ്റെ ടോപ്പ് ഭാഗം കിട്ടിയത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന അളവെടുത്ത് പോയിൻ്റ് ഇടാൻ പറ്റിയ എല്ലാ പാർട്ടുകളും ഇതുപോലെ അളവെടുത്തിട്ട് പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം അതായത് ഒട്ടും വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് എത്ര വരച്ചിട്ടും ഈ ഒരു ലിപ്പിൻ്റെ ഷേപ്പ് വരുന്നില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ ആ ലിപ്പിൻ്റെ രണ്ടാമത്തെ സ്ക്വയറിൽ ആ ലിപ്പ് എവിടെയാണ് ടച്ച് ചെയ്യുന്നതെന്ന് അളവെടുക്കുക. എന്നിട്ട് പോയിൻ്റ് ഇടുക. അതേപോലെ അത് തമ്മിൽ കണക്ട് ചെയ്യുക. ഓരോ ലൈനിൽ നിന്നാണ് നമ്മൾ ലിപ്പിൻ്റെ പാർട്ടിലേക്ക് അളവെടുക്കുക. ഓക്കെ, ആ സ്ക്വയർ ലൈനിൽ സ്കെയിലിൻ്റെ കൗണ്ട് പിടിച്ചിട്ട് ലിപ്പ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇല്ലെങ്കിൽ ഇനിയും ഞാൻ എടുക്കുന്നുണ്ട്, നോക്കിയാൽ മതി. നോക്കിക്കോ, ഇവിടെ കണ്ടോ ഞാൻ 1 ടച്ച് ചെയ്യുന്നത് ആ സ്ക്വയറിനാണ്. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1.3 ആ ലിപ്പ് ക്രോസ് ചെയ്യുന്നത്, ആ ലൈൻ ക്രോസ് ചെയ്യുന്നത് കണ്ടോ. എന്നിട്ട് അതും മുകളിലെ ലിപ്പിൻ്റെതും തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ലിപ്പിൻ്റെ വിഡ്ത്താണ് നോക്കുന്നത്. കണ്ടോ അവിടുന്ന് എവിടെ മുതലാണ് അത് ലിപ്പിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് അളവ് എടുക്കുന്നു. 1.4 3 or 4 അങ്ങനെ വരും കണ്ടോ. അതിനുശേഷം ആ സെയിം സ്ക്വയറിൽ അതിൻ്റെ ലൈനിൽ നിന്ന് 1.3 or 4 ആ കൗണ്ട് എടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാണ് അതിൻ്റെ ഇപ്പുറത്തെ ലൈനിൽ ആ സ്ക്വയറിൻ്റെ ഇപ്പുറത്തെ ലൈനിൽ കണ്ടോ ആ ലിപ്പ് ക്രോസ് ചെയ്യുന്ന അളവും കൂടെ എടുക്കുക. താഴെ നമ്മളിലേക്ക് ഒരു 1 centimeter അല്ലേ, 1 അല്ല 9 millimeter അതെടുത്തിട്ട് പോയിൻ്റ് ഇടുക. എന്നിട്ട് അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം അപ്പർ ലിപ്പ് പോർഷൻ കറക്റ്റായിട്ട് വരച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പർ ലിപ്പ് വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ലോവർ ലിപ്പ് പോർഷനാണ്. സെയിം തന്നെ സ്ക്വയർ ഏതാണെന്ന് നോക്കുക. അതായത് നമുക്ക് സ്ക്വയർ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ കണ്ടില്ലേ സ്ക്വയറിന് നമ്പർ ഇട്ട് കൊടുക്കുന്നത്. കാരണം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയറിന് നമ്പർ ഇട്ട് കൊടുത്താൽ മതി. ആ സെയിം നമ്പർ നമ്മൾ നമ്മുടെ പേപ്പറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ സ്ക്വയർ പെട്ടെന്ന് നമുക്ക് മാറിപ്പോവാതിരിക്കും കേട്ടോ. കാരണം എനിക്കൊക്കെ കുറേ മാറിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കണ്ടോ 1 2 3 4 ആ 4ാമത്തെ സ്ക്വയർ എടുക്കാം. ഓക്കെ, അപ്പോൾ ലിപ്പിൻ്റെ താഴ്ഭാഗം എവിടെയാണ് കിട്ടേണ്ടത് കണ്ടോ. ആ 4ാമത്തെ സ്ക്വയറിൻ്റെ ഏറ്റവും താഴേന്ന് ലിപ്പ് എവിടെയാണ് കട്ട് ചെയ്യുന്നുള്ളത് അളവെടുത്തു. ഒരു 1.9 അല്ലേ. ദെൻ അത് ഞാൻ എടുക്കുവാണ് ഒരു 1.9 താഴേന്ന് മുകളിലേക്കാണ്. ഓക്കെ, എടുത്തിട്ട് ആ ലിപ്പ് കട്ട് ചെയ്യുന്ന ആ പാർട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ ഇനി അടുത്ത ലൈനും എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. കണ്ടോ സെയിം പോലെ തന്നെ അളവെടുക്കാം. അവിടുന്ന്
ആ ലൈൻ കട്ട് ചെയ്യുന്നിടത്തേക്കുള്ള അളവ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ കിട്ടുന്നത് സെയിം 1.9 അത്ര തന്നെയാണ് കറക്റ്റായി കിട്ടുന്നത്. 1 2 3 നാലാമത്തെ സ്ക്വയറിൽ കണ്ടോ, നാലാമത്തെ സ്ക്വയറിൻ്റെ 1.9 എടുത്തു പോയിൻ്റ് ഇടാം. അപ്പം നമുക്ക് നേരത്തെ ഇട്ട പോയിൻറ്റും ഈ പോയിൻ്റ് തമ്മിൽ യോജിപ്പിക്കാൻ പറ്റും. അത് നമ്മൾ യോജിപ്പിക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് മുകളിലെ പാർട്ട് കണ്ടോ, ആ ലൈനിൽ നിന്ന് അവിടേക്ക്, അതായത് അത് കട്ട് ചെയ്യുന്ന എത്ര സെൻറ്റിമീറ്ററാണെന്ന് എടുക്കുക. 2 സെൻറ്റിമീറ്റർ ഉണ്ടോ. അപ്പോൾ ആ സ്ക്വയർ നോക്കുക, 1 2 3 ആ സ്ക്വയറിൽ നിന്ന് അവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ് ഇടുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അളവെടുക്കുക, എന്നിട്ട് പോയിൻ്റ് ഇടുക. ഇതും ഏകദേശം 2 സെൻറ്റിമീറ്ററോളം തന്നെ വരും കേട്ടോ. 2 അല്ലേ. ഓക്കെ, അതും മാർക്ക് ചെയ്യുക, ഒരു പോയിൻ്റ് ഇടുക. ദെൻ അത് കണക്ട് ചെയ്യേണ്ട ഷേപ്പ് കണ്ടോ, അതിന് നടുക്കൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് അളവെടുക്കുക. ഒരു 1.2 ആവുമ്പോൾ നമുക്കൊരു ഉള്ളിലേക്ക് ഒരു കേവ് കൊടുക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നൊരു കൈ അളവെടുക്കുക കേട്ടോ. ഞാൻ പക്ഷെ അളവെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ആ ഒരു കേവ് എവിടെയാണ് വരണ്ടേന്നുള്ള അളവെടുത്തു. എന്നിട്ട് അവിടത്തേക്കൊരു ചെറിയ കേവ് കൊടുത്തു. 2 ഭാഗത്തുനിന്നും അവിടത്തേക്ക് ഒരു കേവ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഏകദേശം സെറ്റാവും. ഓക്കെ, അടുത്തതും കണ്ടോ, അടുത്തത് 1 2 3 ആ ലിപ്പ് എവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള സെൻറ്റിമീറ്റർ എടുക്കുക. നിങ്ങൾക്ക് എന്ത് വരക്കണോ അതും ലൈനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എടുത്തിട്ടതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം വരയ്ക്കാൻ പറ്റും. ഈവൻ ഓരോ ഷെയ്ഡിനും കണ്ടോ, അവിടെ കണ്ടോ, ഓരോ ലിപ്പിൻ്റെ അവിടെ ഓരോ മാർക്കായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കുകൾ വരെ നമുക്കിങ്ങനെ അളവെടുത്തിട്ട് ലൈൻ ചെയ്യാം. ഓക്കെ, ഒട്ടും വരയ്ക്കാൻ പറ്റുന്നില്ല എന്നാൽ വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളവർക്കാണ് കേട്ടോ ഇത് പറയുന്നത്. ഇപ്പോൾ പോർട്രേറ്റൊക്കെ വരക്കുന്നതാണെങ്കിൽ മൂക്ക് കണ്ണൊക്കെ വരുന്നതൊക്കെ ഇതുപോലെ അളവെടുത്ത് വരക്കുവാണെങ്കിൽ ഗ്രിഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അത് കുറച്ച് പ്രോ ആയുള്ളവർക്ക് സിമ്പിളായിട്ട് ഗ്രിഡ് വെച്ചിട്ട് അവർക്ക് നോക്കുമ്പോൾ തന്നെ അവർക്കൊരു അളവൊക്കെ കിട്ടും. അങ്ങനെ വരച്ചാൽ അവർക്ക് സൂപ്പറായിട്ട് വരയ്ക്കാം. അങ്ങനെ കിട്ടാത്തവർക്കാണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്. സ്കെയിൽ വെച്ച് ഒന്ന് അളന്നിട്ടൊക്കെ വരച്ചാൽ മതി. ഇതിപ്പം ഫോണിലായതുകൊണ്ടാണ്. നമ്മളൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അത് നോക്കിയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ. അളവെടുത്ത് വരയ്ക്കുന്നതും ഒരു ഡിവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാകുന്നത്, അത് വെച്ചിട്ടാണ് നോർമൽ, അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ടൊക്കെ അളവെടുത്ത് വരയ്ക്കാം. അതായത് നമ്മൾ പ്രിൻ്റ് എടുത്ത പിക്ചറിൽ ഇതുപോലെ അളവെടുത്തിട്ട് കോമ്പസ് കൊണ്ടാണ് അളവെടുക്കുക. അതുപോലെ തന്നെ അതുകൊണ്ട് വന്നിട്ട് നമ്മുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഈ ഡ്രോയിങ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാം അളവെടുക്കണമെന്നില്ലല്ലോ. ഈ പാട്ടൊന്നും ഞാൻ അളവൊന്നും എടുക്കുന്നില്ല. കണ്ടോ, ലാസ്റ്റ് സ്ക്വയറിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അടുത്തത് പല്ലാണ്. പല്ലും ഭയങ്കര ഈസി ആയിട്ട് വരക്കാം. അവിടുത്തെ ആ ഒരു
സെക്കൻഡ് സ്ക്വയർ, തേർഡ് സ്ക്വയർ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മിഡിലായിട്ടൊക്കെയാണ് ഈ പല്ല് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പല്ലിന് പോയിൻ്റ് ഇടാനും കിട്ടും. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് പോയിൻ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ. താഴേക്ക് ഒരു 0.5 അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് 0.9 അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ആ പോയിൻ്റൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് സൂപ്പർ പല്ലും കിട്ടും. അയ്യോ, അവിടെ നിന്നുണ്ടോ, അവിടെ നിന്ന് പല്ല് വരുന്നത് 1 പോയിൻ്റ്. ഇത് ഏതോ സ്കെയിൽ തപ്പിയിട്ട് ഒരു സ്കെയിലും കിട്ടാണ്ട് ഞാൻ എവിടെ നിന്ന് കിട്ടിയൊരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. നേർക്ക് മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്കെയിലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ സൂപ്പറായിട്ട് വരയ്ക്കാം. അപ്പോൾ ആ ഒരളവ് അവിടെ മാർക്ക് ചെയ്യുന്നു. ദെൻ പല്ല് ജോയിൻ ചെയ്യുന്നു. ഈ വീഡിയോ ഒരാൾ പോലും മുഴുവനായിരുന്ന് കാണില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരയ്ക്കട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പല്ലും വരയ്ക്കുക. അങ്ങനെ ഏകദേശം ലിപ്പിൻ്റെ സ്ട്രക്ചറായിട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള പോർഷൻസ് അളവൊന്നും എടുക്കാണ്ട് വരയ്ക്കാൻ പോകാം കേട്ടോ. ഈ ഒരു വാട്ടർ ഡ്രോപ്പൊക്കെ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് വരയ്ക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് നന്നായിട്ട് ഈ ഗ്രിഡൊക്കെ വരച്ച് എക്സ്പീരിയൻസ് ആയവർക്ക് അളവൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി. ഞാൻ ഇത് അളവ് ചെയ്യാണ്ടാണ് വരയ്ക്കുന്നത്. ആക്ച്വലി ഇതിലൊന്നും അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുണ്ട് ഭയങ്കര ആക്യുറേറ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ വരച്ചാൽ മതി. ഗ്രിഡ് വെച്ചിട്ട് ഓരോ ഗ്രിഡിൽ വരുന്ന പാർട്ടുകൾ നോക്കി വരച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് നല്ല പോർട്രേറ്റ്സൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ അളവെടുത്ത് വരച്ചാൽ നല്ല പിക്ചർ കിട്ടും. ഇത് ഞാൻ ആക്ച്വലി ഒരു എക്സാമ്പിളായിട്ട് വരച്ചതാട്ടോ. നമുക്കിത് വെച്ചിട്ട് ഇതേപോലെ ഒരു പോർട്രേറ്റ് വേണമെങ്കിൽ വരയ്ക്കാം. ആക്ച്വലി ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഈ ഒരു വീഡിയോൻ്റെ. ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ വേണോ? ഇതിപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ടാണ്, സ്കെച്ചിങ് പാർട്ട്. ഇനി ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് പോലെ ഷെയ്ഡിങ്, ഹൈലൈറ്റിങ്, അങ്ങനെ എല്ലാ പാർട്ടുകളും വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പാർട്ടുകൾ കൊണ്ടുവരാം. ഇനി ഇതാരും കാണുന്നില്ല, ആരും നോക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു ഗ്രിഡ് മെത്തേഡ് മാത്രമായിട്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഗ്രിഡ് വെച്ച് അളവെടുത്തിട്ട് മാത്രം വരയ്ക്കുന്നവരല്ലോ അല്ലേ, അളവില്ലാതെ ഇങ്ങനെയും വരയ്ക്കാം എന്നും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ കമ്മീഷൻ വർക്കൊക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ഒരളവില്ലാണ്ട് ആക്യുറേറ്റും അല്ലാണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രിഡൊക്കെ വെച്ച് ഓരോ സ്ക്വയറൊക്കെ നോക്കി അളന്ന് വരയ്ക്കേണ്ടി വരും. തട്ടിക്കൂട്ടി കൊടുത്താൽ ആളെ രൂപം മാറിപ്പോവും. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലായിട്ടൊക്കെ വരയ്ക്കാൻ ഇങ്ങനെ വരച്ചാൽ പറ്റും. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ലിപ്പിൻ്റെ സ്കെച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക, അതിൻ്റെ അഭിപ്രായം കമൻറ്റിലിടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിഡ് മെത്തേഡ്. നമ്മുടെ അല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രിഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലിടണം കേട്ടോ. കാരണം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ട്യൂട്ടോറിയലൊന്നും ഇട്ടിട്ട് ഒരു പരിചയമില്ല. എനിക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ ഓരോന്ന് പറയുന്നു, ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ. ഇനി ഇതിൻ്റെ ഷെയ്ഡിങ് പാർട്ടും വേണമെന്നുണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ.